ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്ന് നോക്കുന്നത് SSLC മോഡൽ എക്സാമിനേഷൻ ഫെബ്രുവരി 2026 മോഡൽ എക്സാമിൻ്റെ ഹിന്ദി ചോദ്യപേപ്പർ ആണ്. അപ്പോൾ നിങ്ങൾക്കിനി ഹിന്ദി എക്സാമാണ് നടക്കാൻ പോകുന്നത്, തേർഡ് ലാംഗ്വേജ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓൾറെഡി എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ ജസ്റ്റ് ഒരു അനലൈസിസ് ആണ് കേട്ടോ. അത് എങ്ങനെയാണ് എഴുതേണ്ടത്, എത്ര മാർക്ക് സ്കോർ ചെയ്യാം, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു അനലൈസിസ് ആണ്. അപ്പോൾ നിങ്ങൾ 40 മാർക്കിൻ്റെ 1.5 മണിക്കൂറുള്ള എക്സാമാണ് നിങ്ങൾ എഴുതിയത്. അതേപോലെ തന്നെ 40 മാർക്കിന് തന്നെയായിരിക്കും ഹിന്ദി എക്സാം ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ഏതൊക്കെ പാറ്റേൺ ആണ് വരിക എന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ അവസാന നിമിഷത്തിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റിവിഷൻ പോലെ നോക്കുക. അതായത് നമുക്കൊരു ഐഡിയ കിട്ടണം. ഒരു എക്സാമിന് പോകുന്ന സമയത്ത് അതിനൊരു പാറ്റേൺ ഉണ്ടായിരിക്കും. നിങ്ങളുടെ എക്സാംസിനൊക്കെ ഇപ്പോൾ പാറ്റേൺ ഉണ്ട്. അതായത് ഇപ്പോൾ നമുക്കൊരു പാരഗ്രാഫ് തന്ന ക്വസ്റ്റ്യൻസ്, ഒരു പോയം തന്ന ക്വസ്റ്റ്യൻസ്, അതുപോലെ ഡയറി എൻട്രി, ഇങ്ങനെയുള്ള ഒരു പാറ്റേൺ വരും. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ചോദ്യപേപ്പറും. അപ്പം നമുക്ക് അവസാന നിമിഷത്തെ റിവിഷൻ എന്ന നിലയിൽ ഒന്ന് ജസ്റ്റ് ഇത് നോക്കാം, ഓടിച്ചു നോക്കാം എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത്. നിങ്ങൾ എഴുതിയതാണ്. അപ്പം നമുക്ക് നോക്കാം. ആദ്യത്തെ സൂചന, ഗിഡ് की लघुकथा का ये अंश पढ़े, प्रश्न 1 और 2 के उत्तर लिखे എന്നാണ് കേട്ടോ. ഗിഡ് की എന്നുള്ള ലഘുകഥയുടെ ഈ ഒരു തന്നിരിക്കുന്ന പാരഗ്രാഫ് വായിച്ച് ഒന്നിൻ്റെയും രണ്ടിൻ്റെയും ഉത്തരങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം തന്നിരിക്കുന്നത് ഒരു പാരഗ്രാഫാണ്. ആ പാരഗ്രാഫിൽ തന്നെ ആ ചോദ്യങ്ങളുടെ ഉത്തരമുണ്ട്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ആദ്യ ചോദ്യം എന്താ? പത്നീനെ കിസ്ക ഇഷാര കിയ എന്നാണ് അല്ലേ. നോക്കൂ, അതിൽ ആദ്യത്തെ സെൻറ്റൻസ് തന്നെ അതിൻ്റെ ഉത്തരമുണ്ട്. ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഇതിൽ തന്നെ ഉണ്ടായിരിക്കും മാക്സിമം. പത്നീനെ കണ്ടോ, ഷാലെ അലഗ് കർലി ഓർ മേരി ഓർ ദേഖ് റുപിയെ ദേനെ കാ ഇഷാര കിയ. റുപിയെ ദേനെ കാ കണ്ടോ ഉത്തരം. അടുത്ത് നോക്കൂ, ദോട तोल मोल और करना चाहिए था, पति ने ऐसा क्यों कहा होगा. उत्तरम എന്താ? पत्नी सोचती है कि यदि वह दौड़ा तोलमोल करती तो विक्रेता और भी कम रुपये में शॉल देने के लिए सहमत हो जाती. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി ബാർഗെയിൻ ചെയ്തിരുന്നെങ്കിൽ എന്താണ്, കുറച്ചുകൂടി വില കുറഞ്ഞ് കിട്ടിയേനെ എന്നുള്ളതാണ് അല്ലേ. വിലപേശൽ കേട്ടോ, വിലപേശൽ ചെയ്തിരുന്നെങ്കിൽ. അടുത്തത് നോക്കൂ, അടുത്ത ഒരു സൂചന തന്നിട്ടാണ്. റൈൻ ബസേരെ മേം യാത്രാവൃത് കാ യേ അംശ് പഠേ. അപ്പോൾ ഈ യാത്രാ വിവരണത്തിന്റെ ഒരു ഭാഗം വായിക്കൂ. 3ഉം 4ന്റെ ഉത്തരമാണ് നമുക്ക് എഴുതേണ്ടത് അല്ലേ. നീച്ചെ ദിയെ പ്രസ്താവ് പഠേ ഓർ സഹി വികൽപ്പ് ചുൻകർ ലിഖേ. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായത് ഏത് എന്നുള്ളത് ചൂസ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന പാരഗ്രാഫ് നിങ്ങൾ വായിച്ചു നോക്കുക. സബേര ഹുവ ബിക്രെ സാമാൻ കോ ഫിർ സെ पिट्टू में जमाते हुए छोटू ने कहा, उसने हमारी कानी कौड़ी तक नहीं ली. दरवाजा खोलकर हम बाहर आए. पड़ोस के युवक से कहा, रात को एक पागल ने हमें बहुत परेशान किया. घंटे तक हमें डराते धमकाता रहा. वह हमें पीट भी सकता था. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് 1ഉം 4ഉമാണ് കേട്ടോ. 1, 4. നമ്മളത് വായിച്ചാൽ ആദ്മീനെ ലേഖകോ പരേഷാൻ കിയ എന്നുള്ളത് അതിലുണ്ട്. ആദ്മീനെ പിട്ടു കി സാമാൻ ബാഹർ ഫേങ്ങ എന്നുള്ളതും അതിനകത്തുണ്ട്. അടുത്തത് നോക്കൂ, യാത്രാവൃത് കെ ഇസ് അംശ കെ ആധാർ പർ പട്കഥ കാ ഏക് ദൃശ്യ ലിഖേ. ഇത് വായിച്ചിട്ട് ഒരു പട്കഥയുടെ ദൃശ്യ വിവരണം നിങ്ങൾ ഉണ്ടാക്കണം. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഈ പട്കഥയൊക്കെ ചോദിച്ചാൽ എങ്ങനെ എഴുതണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ പട്കഥ ചോദിച്ചാൽ നമ്മൾ ആദ്യം സമയം എഴുതുക. സമയം രാവിലെ ആണെങ്കിൽ സവേര. ക്യാരക്ടേഴ്സിന്റെ പേര് എഴുതുക. പാത്രം, ലേഖക് ഉണ്ട്, ലേഖകന് 45 വയസ്സ്, ചോട്ടു 20, യുവക് 25. അത്രയും ആരൊക്കെയാണ് ക്യാരക്ടേഴ്സിന് എഴുതി. അടുത്തത് എവിടെയാണ് കഥ നടക്കുന്നത്, സ്ഥാൻ എഴുതുക. മന്ദിർക്ക് അന്തർ അല്ലെ, അതിൻ്റെ ഉള്ളില്. ചോട്ടു എന്താണ് ചെയ്യണത്? സമാൻ പിട്ടൂമേ ജമാത്തെ ഹുയേ, ഉസ്നെ ഹമാരി കാനി കൗടി തക് നിഹിലി. അപ്പൊ ലേഖക് എന്താ പറയുന്നത്? ടീക് ഹേ കേസി ആദ്മി. അപ്പൊ ഒരു തമ്മിലുള്ള എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് അതിനുശേഷം എഴുതുക. ദോനും ബാഹർ ആത്തെ ഹേ വഹാ ഏക് യുവക് ഘടാത്ത. രണ്ടാളും പുറത്തു വന്നു, പുറത്തൊരു യുവാവ് നിൽക്കുന്നു. അപ്പൊ സീനൊക്കെ നമ്മൾ അവിടെ എന്ത് നടക്കുന്നു എന്നെല്ലാം എഴുതണം കേട്ടോ. അവർ പറയുന്നത്, അവിടെ എന്ത് നടക്കുന്നു, സമയം എല്ലാം എഴുതുക. ലേഖക്, അരെ ഭായി കൽ രാത് യഹാ ഏക് പാഗൽ ആദ്മി ആയാത്ത. ഇന്നലെ രാത്രി ഇവിടെ ഒരു പാഗൽ ആദ്മി പറഞ്ഞ ഭ്രാന്തുള്ള അല്ലെങ്കിൽ ഒരു കിറുക്കൻ പോലെ ഒരാൾ വന്നു.
उसने हमें बहुत परेशान किया, ഞങ്ങളെ ഭയങ്കരമായി ബുദ്ധിമുട്ടിച്ചു. അപ്പോൾ യുവക്, मुझे पता चला, ഞാൻ അത് അറിഞ്ഞു. उसके बारे में कहने के लिए आया हूँ, അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നത് എന്ന് പറയുന്നു. അപ്പോൾ ലേഖക്, घंटे टेढ़ घंटे तक हमें डराता धमकाता था. യുവക്, മുഖ് നീച്ച കർക്കെ മാഫ് കീജിയെ വി മേര പിതാ ഹെ, അതെന്റെ ആരാണ്, അച്ഛനായിരുന്നു എന്ന് പറയാണ് അല്ലേ. അപ്പൊ ആ ഒരു സന്ദർഭമാണ് നമ്മളിവിടെ എഴുതുമ്പോൾ നമ്മൾ കോൺവെർസേഷൻ പോലെ തന്നെയാണ്, പക്ഷെ നമ്മൾ സമയം കൊടുക്കണം, ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, എവിടെ നടക്കുന്നു എന്നുള്ളതെല്ലാം കൊടുക്കുക, അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ബ്രാക്കറ്റിലും എഴുതുക കേട്ടോ. അങ്ങനെയാണ് നമ്മൾ പട്കഥ എഴുതേണ്ടത്. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം എന്താ, കവി ഓർ കവിത കാ പരിചയ ദേത്തെ ഹുയെ കവിതാംശ കാ ആശയ ലിഖിയം എന്നാണ്. അപ്പോൾ കവിതയുടെ ആശയം എഴുതുക, അല്ലെങ്കിൽ അഥവാ ക്വസ്റ്റ്യൻ ഒരു ലഘുലേഖാണ്, തന്നിരിക്കുന്നതിന് ഒരു ലഘുലേഖ. അപ്പൊ നമുക്ക് എന്ത് വേണമെങ്കിലും ഒരു കവിതയുടെ ആശയം ആദ്യം പറയാം. ശ്രീ അദ്നാൻ കഫീൽ ദർവേश की मेरी दुनिया की तमाम बच्चे नामक कविता की पंक्तियां हैं. कवि बच्चों द्वारा दुनिया में एकता लाने की आशा करते हैं. वे कहते हैं कि बच्चे सड़क पर गड्ढे खोदकर उसमें पानी भर देंगे और उसमें खेलेंगे. जहाँ बड़ों ने नफरत सिखाई थी वहाँ बच्चों प्यार फैलाएंगे. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതേണ്ടത് ലഘുലേഖയാണ് കേട്ടോ. അത് നമുക്കിത് ഇതുപോലെ എഴുതാം. ആ തന്നിരിക്കുന്ന ഹിന്റുകൾ വെച്ച് നിങ്ങൾ എഴുതിയാൽ മതി. बच्चे मासूम होते हैं और एकता के साथ रहना चाहते हैं. उनकी दुनिया में नफरत या हथियारों का कोई स्थान नहीं है. वे बड़ों के समान जाति, धर्म या राजनीति के आधार पर भेदभाव नहीं करते और प्रकृति से प्यार करते हैं. അടുത്തത് നോക്കൂ, വൈറ്റ് ക്യാപ്പ് എന്നുള്ള അപ്പൊ ഇതിൽ നമുക്ക് ലഡ്ക ഗുദ് പ്രകട്, ഇതിൽ നമ്മളത് വായിച്ചതിന് ശേഷം നമ്മൾ ആറാമത്തതിന്റെ ഉത്തരം എഴുതാനാണ് തന്നിരിക്കുന്നത്. പ്രസ്തുത പ്രസംഗ പർ ഗുല്ലു കി മാ ഓർ കേശവ് കെ ബീച്ച് കി ബാത്ചീത് ലിഖേ എന്നാണ്. അപ്പൊ ഇതിൽ നമുക്ക് ഗുല്ലുവിന്റെ അമ്മയുടെയും കേശവിന്റെയും ഇടയിലുള്ള സംഭാഷണം എഴുതാം. അഥവാ ഗുല്ലു കെ ഘർ കെ അനുഭവ് കെ ബാരെ മേ കേശവ് ഓർ മനോജ് കെ ബീച്ച് കി സംഭാവിത് ബാത്ചീത് ലിഖേ എന്ന് എഴുതാം. അതല്ലെങ്കിൽ കേശവിന്റെയും മനോജിന്റെയും ഇടയിലുള്ള കോൺവെർസേഷൻ ആയാലും എഴുതിയാൽ മതി. അപ്പൊ നമുക്കിതിൽ ആദ്യം കേശവും ആൻറ്റി ഗുല്ലു കഹാ ഹെ, ആ അമ്മയും രണ്ടുപേരും തമ്മിലുള്ളത് കേട്ടോ. ആജ് ഗില്ലി നെഹി ആയ, അപ്പൊ ആൻറ്റി പറയാണ് ഗുല്ലു ആജ് ഗില്ലി നെഹി ആയേങ്ക, ഇന്ന് കളിക്കാൻ വരില്ല. അപ്പൊ കേശവ് ക്യൂ, ആൻറ്റി പറയണു പഠായി കരയുക, അവൻ പഠിക്കുകയാണ്. തും കയഹാസെ ഭാഗോ, നീ ഇവിടുന്ന് പൊയ്ക്കോ പറയും. കേശവ്, ആൻറ്റി ഉസ്കെ ദോസ്ത് ബുലാ രഹേ ഹെ, അവന്റെ ഫ്രണ്ടാണ് വിളിക്കുന്നത്. ആൻറ്റി തുംകോ ഭാഗ്നെ ബോലാ ഹേന, നിന്നെ ഓടിപ്പോവാൻ പറഞ്ഞില്ലേ ഞാൻ. ലഗാവോ ക്യാ ദോ ചാപ്പട്ട്, രണ്ടടി തരട്ടെ ചോദിക്കുകയാണ് കേട്ടോ. അഥവാ അല്ലെങ്കിൽ മനോജും കേശവും തമ്മിലുള്ള കോൺവെർസേഷൻ. മനോജ് ക്യോം കേശവ് ഗുല്ലു നെഹി ആയ, എന്താണ് ഗുല്ലു വന്നില്ല. അപ്പൊ കേശവ് എന്താ പറയണ, നെഹി ഉസ്കി മാ ഉസെ നെഹി ബേസ്തി, അവന്റെ അമ്മ അവനെ വിട്ടില്ല. അപ്പൊ മനോജ് ചോദിക്കണു ക്യോം, എന്തുകൊണ്ടാ. അപ്പൊ കേശവ്, വേ കേത്തി ഹേ ഉസെ പഠായി കർണി ഹേ, അവര് പറയാണ് അവന് പഠിക്കണം എന്ന്. മനോജ്, ക്യാ ഹം ഏക് ബാർ ഫിർ ജാക്കർ ബുലായേ, നമുക്കൊന്നും കൂടി പോയി വിളിക്കാം. കേശവ്, നെഹി ഉന്നോനെ മുझे ഭഗാ ദിയാ താ മേ നെഹി ജാഊംഗ, എന്നെ അവരവിടെ നിന്ന് ഓടിച്ചു വിട്ടതാണ്, ഞാൻ ഇനി പോവില്ല. അപ്പൊ ഇതുപോലെ നമുക്ക് കോൺവെർസേഷൻ എഴുതാവുന്നതാണ്. അടുത്തത് ഏക് തിൻക എന്നുള്ള കവിതയിൽ 4 വരികൾ വായിക്കുക. അഹംഭാവ് ക സമാനാർത്ഥ ശബ്ദം ഏതാണ്. അഹംഭാവം എന്നുള്ളതിന്റെ സമാനാർത്ഥ പദം ഏതാണെന്ന് അറിയോ നിങ്ങൾക്ക്, ഗമണ്ടാണ് കേട്ടോ. അടുത്തത് 8 സമാൻ ആശയവാലി പങ്ക്തിയാൻ കവിതാംശ ചുൻകർ ലിഖയാണ്. അത് നമുക്ക് ഇതാണ്, അചാനക് ദൂർ സെ ഉഡ്താ ഹുവാ ഏക് തിൻക ആംഖോ മേ മേരി പട. അടുത്തത് ഗലീലിയോ ചാപ്റ്ററിലെ ലേഖനത്തിൽ 4 വരികൾ തന്നിട്ടുണ്ട്. നമുക്ക് അതിൽ 9ാമത്തെ ചോദ്യം, പിതാനെ ഗലീലിയോക്കോ ക്യോം ടാണ്ട. അതിന്റെ ഉത്തരം, ഗലീലിയോ के पिता ने उन्हें डॉक्टरी पढ़ने के लिए भेजा था, लेकिन गलीलियो ने अपनी मर्जी से विषय बदल लिया, इसलिए पिता ने उन्हें डांटा. അതുകൊണ്ടാണ് ചീത്ത പറയുന്നത്. 10ാമത്തെ ചോദ്യം എന്താ, ഫെബ്രുവരി 28 രാഷ്ട്രീയ വിജ്ഞാൻ ദിവസമാണ്. इस अवसर पर सरकारी कन्या पाठशाला दिल्ली में वैज्ञानिक नाटक का मंचन होने वाला है. ഈ ദിവസം എന്താണ്, ഡൽഹിയിലെ സർക്കാരി കന്യാ സ്കൂളിൽ എന്ത് നടക്കാൻ പോവാണ്, ഒരു നാടകം പ്ലേ ചെയ്യാൻ പോവാണ്. അതിനെ തുടർന്ന് ഒരു പോസ്റ്റർ, അത് അറിയിച്ചു കൊണ്ടുള്ള ഒരു പോസ്റ്ററാണ് അല്ലെ. പോസ്റ്റർ എഴുതുമ്പോൾ നമ്മൾ ഹെഡിങ് ഇത് വേണമെന്നില്ല കേട്ടോ, പോസ്റ്ററിന് ഇതിന്റെ പുറത്ത് കൊടുത്താൽ മതി.
ഹെഡിങ് കൊടുക്കുക രാഷ്ട്രീയ വിജ്ഞാൻ ദിവസ് സമാരോഹ്. ഡേറ്റ് ഫെബ്രുവരി 28. കാര്യക്രം വൈജ്ഞാനിക് നാടകം മഞ്ചൻ. സ്ഥാനം എവിടെയാ? സർക്കാരി കന്യാ പാഠശാല സഭാഗൃഹ്. സമയ് രാവിലെ 10 മണി. അപ്പൊ ഇത്രയും കൊടുത്താൽ മാത്രം മതി. ഇനി നോക്കൂ, പരി ലടുക്കി കഹാനിക്ക അംശ പടേ 11, 12 ഉത്തരം നമ്മൾ ഇത് വായിച്ചിട്ട് വേണം എഴുതണമെങ്കിൽ. അപ്പൊ ഇതെല്ലാം ഈസിയാണ്. എന്താ കാരണം? നമുക്കൊരു പരിധിവരെ മാർക്ക് ഇതിൽ നിന്ന് തന്നെ സ്കോർ ചെയ്യാം. നമ്മൾ ഓൺവേർഡ്സിൽ എഴുതേണ്ടതുണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ അതിൽ കൂടുതൽ പാരഗ്രാഫ് തന്നിട്ടും വരികൾ തന്നിട്ടും ഒക്കെയാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് തന്നെ വായിച്ച് നമുക്ക് ഉത്തരങ്ങൾ കിട്ടും. പരി ലടുക്കി കി ആംഖോം ക്യോं ഭർ ഗയി? ഉത്തരം ഹർമാൻ കോ പഹചാനനെ के कारण. 12 എന്താ? കഹാനി കെ ഇസ് പ്രസംഗ കെ ആധാർ പർ ഹർമൻ കി ഡയറി ലിഖി. ഇതിനെ തുടർന്ന് ഹർമന്റെ ഒരു ഡയറി എഴുതുക, അല്ലെങ്കിൽ ഒരു ലെറ്റർ എഴുതാൻ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് രണ്ടും നോക്കാം, എങ്ങനെയാണ് ഡയറി, എങ്ങനെയാണ് ലെറ്റർ എന്ന്. ഡയറി എഴുതുമ്പോൾ നമ്മൾ ഒരു ഡേറ്റ് കൊടുക്കുക, ഡേ കൊടുക്കുക. आज मैं अपनी परी लड़की से मिला, मेरी माँ की बात सच हो गई. वह लड़की जो मुझे कैब में सेब देती थी, आज मुझे दोस्त की दावत में मिली. उसका नाम रोमा है. मैं आज बहुत खुश हूं. ഇത് വളരെ ചെറിയൊരു ഡയറിയാണ്. 4 മാർക്കിന്റെ ഡയറി പറഞ്ഞാൽ ഇത്രയും പോരാ, കുറച്ചുകൂടി നിങ്ങൾ എഴുതണം കേട്ടോ. കുറച്ചുകൂടി സെന്റൻസസ് ചേർത്തി വേണം എഴുതണമെങ്കിൽ. ഇത് പോരാ, ഇത് കുറച്ച് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അടുത്തത് നമ്മൾ ലെറ്റർ ആണ്. സേവാമേം കൊടുക്കുക. പ്യാരി മാ, मैं यह सा कुशल हूँ. आज मैं उस लड़की से मिला जो मुझे रोज सेब लाकर देती थी. वह दोस्त के घर दावत पर मिली थी. वह बिल्कुल एक परी जैसी है जिसने मेरी जान बचाई. आपका पुत्र ഹർമൻ. ഇത് ഇവിടെ എഴുതേണ്ടതാണ് കേട്ടോ, ലാസ്റ്റ് എഴുതേണ്ടതാണ്. ലെറ്ററും 2-3 വരിയൊന്നും പോരാ. 4 മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്രോക്സിമേറ്റ്ലി നിങ്ങൾ വാങ്ങുന്നതിൻ്റെ ഒരു 1/4 പേജെങ്കിലും നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. മാറ്റർ ഇതിലിപ്പോൾ മാറ്റർ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി ട്രൈ ചെയ്യുക എഴുതാൻ. അടുത്തത് നോക്കൂ, ദില്ലി മേ ഉന്നീന്ദേ എന്നുള്ളതിന്റെ സംസ്മരണമാണ്. അതിൽ 3 വരികൾ വായിച്ച് 13ഉം 14 ഉത്തരം എഴുതണം. രാജാ റാം ने अपना गांव क्यों छोड़ दिया? राजा राम ने कोई काम न मिलने के कारण अपना गांव छोड़ दिया. ജോലി ലഭിക്കാത്ത കാരണത്താലാണ് അവിടുന്ന് പോയത്. 14 നോക്കൂ, കോഷ്ടയ്ക്ക് ശബ്ദം കി മദദ് സെ വാക്യ വിസ്താർ കരെ. തന്നിരിക്കുന്നത് വെച്ച് സെന്റൻസ് എക്സ്പാൻഡ് ചെയ്ത് എഴുതണം. രാജാറാം ചലാത്താ ഹെ ആണ്. അടുത്ത എന്ത് വരും? രാജാറാം ഓട്ടോ ചലാത്താ ഹെ. ഗരീബ് രാജാറാം ഓട്ടോ ചലാത്താ ഹെ. നെക്സ്റ്റ് വരുന്ന ലാസ്റ്റ്, ദില്ലി മേ ഗരീബ് രാജാറാം ഓട്ടോ ചലാത്താ ഹെ. അപ്പോൾ തന്നിരിക്കുന്നത് വെച്ചിട്ട് എല്ലാ സെന്റൻസും എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാൽ മാത്രം മതി. അപ്പോൾ ഇത്രയും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായി വായിച്ചതിന് ശേഷം ഉത്തരം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഹിന്ദിയൊക്കെ ഗ്രാമർ നോക്കാൻ നിൽക്കണ്ട. നിങ്ങൾ എഴുതാൻ അറിയും, ഗ്രാമർ കൂടുതൽ ആലോചിച്ച് നിൽക്കരുത്. അറിയുന്നത് എഴുതുക. മിസ്റ്റേക്കുകൾ വരാം, പക്ഷേ എങ്കിലും എഴുതാതിരിക്കരുത്. അറിയില്ല എന്ന് പറഞ്ഞ് ഒന്നും എഴുതാതെ വിട്ടിട്ട് വരരുത്. എല്ലാം മാക്സിമം എഴുതാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും A+ തന്നെ ലഭിക്കട്ടെ. നന്നായി പഠിച്ച് റിവൈസ് ചെയ്ത് എക്സാമിന് പോകാൻ ശ്രമിക്കുക. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വാച്ച് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. ഓൾ ദി ബെസ്റ്റ് ഫോർ ഓൾ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.